മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. എല്ലാ മതങ്ങളും നിലനിൽക്കുന്നതും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും അവ ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും എല്ലാം അവയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും, അവയിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ദൈവത്തിങ്കിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനൊരു നല്ല മനുഷ്യനാവണം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മാന്യനായ മനുഷ്യനാവണം, ഒരു ജെൻറ്റിൽമാൻ. കാരണം അങ്ങനെയുള്ള മാനുഷികമായിട്ടുള്ള ഗുണങ്ങളില്ലാത്ത ഒരു വ്യക്തിക്കും ഒരു ദൈവിക മനുഷ്യനാവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പ്രീതിയിൽ ഒരു മനുഷ്യൻ ആകണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവൻ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു മാന്യനായിട്ടുള്ള മനുഷ്യനാവണം, ഒരു നല്ല മനുഷ്യനാവണം, മാനുഷിക ഗുണങ്ങൾ ഉള്ളവനാവണം. അങ്ങനെയുള്ള മാനുഷിക ഗുണങ്ങൾ ഉള്ളവരാക്കി മനുഷ്യരെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും വലിയ സ്വീകാര്യത കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുന്നൊരു ഭരണഘടനയാണ് ഭാരതത്തിൻ്റെ ഭരണഘടന. അത് സെക്കുലറാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ പൂർണ്ണമായ അർത്ഥം വ്യക്തമാവില്ല. സെക്കുലർ എന്ന വാക്കിൻ്റെ ഏക ഒരർത്ഥം ഒരു ഔദ്യോഗിക മതം രാഷ്ട്രത്തിനില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന പരിശോധിച്ചാൽ എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുകയും എല്ലാ മതങ്ങൾക്കും വലിയ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു. കാരണം ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കാൻ, ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ മതങ്ങൾക്ക് കഴിയും എന്ന് അറിയാവുന്നതുകൊണ്ടും കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമാണ്. പക്ഷേ ആ മതങ്ങൾക്ക് ഇന്നത് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തുമാവട്ടെ, അങ്ങനെയുള്ള നല്ല മനുഷ്യരെ ഉത്തമരായ പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഉദ്ദേശം. അപ്പം മാന്യനായിട്ടുള്ള മനുഷ്യനെ ഉത്തമനായ പൗരനാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവന് പൗരബോധവും ഒരു പൗരനടുത്ത ഉത്തരവാദിത്തങ്ങളും അവനിൽ നിക്ഷിപ്തമാവണം. അവനതിനെക്കുറിച്ച് അവബോധമുള്ളവനാവണം. ആ ഉത്തരവാദിത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിനൗൺസിങ് പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ എന്നുള്ളത്. ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ 51A ആണത് പറയുന്നത്. റിനൗൺസ് പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വിമൻ. ഈ ഡിഗ്നിറ്റി എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒന്നാണ് എന്നും എൻ്റെ അന്തസ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ അന്തസ്സ് എന്നും, ആ അന്തസ്സ് ആ വ്യക്തിയുടെ ജാതിയെയോ മതത്തെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലിംഗത്തെയോ ആശ്രയിച്ചല്ല എന്നുള്ള തിരിച്ചറിവ്, ജെൻഡർ ബേസ്ഡ് അല്ല എന്നുള്ളൊരു വ്യക്തമായ അവബോധം നമ്മുടെ കുട്ടികൾ ആ കുട്ടിപ്രായം മുതൽ നമ്മളിൽ ഉളവായാൽ മാത്രമേ, പൊതുസമൂഹത്തിൽ ഉളവായാൽ മാത്രമേ ഈ ഒരു യഥാർത്ഥത്തിലുള്ള ഈ റിനൗൺസിങ് പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ സ്ത്രീക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത് ശിക്ഷ പേടിച്ചിട്ടാണ് പ്രധാനമായിട്ടും. അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സ്ത്രീ എന്നുള്ളൊരു വേറൊരു പ്രത്യേകതരം വ്യക്തി ആണ് എന്നുള്ള ചിന്തയിൽ ആരെയും നോക്കുന്നില്ല. ഒരു പുരുഷനുള്ളതുപോലെ തന്നെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അവകാശങ്ങളും പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു സ്ത്രീയെയും ഒരു വ്യക്തിയായി മാത്രം കാണാൻ കഴിയുന്ന ഒരു സംസ്കാരം ഉണ്ടാവണം. സ്ത്രീക്ക് എല്ലാ മതങ്ങളും വലിയ മഹത്വമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഹിന്ദുമതത്തിൽ ദേവീസ്ഥാനം കൊടുത്തിട്ടുള്ള സ്ത്രീക്കാണ്. ഖുറാനിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലാതെ വേറെ ആരുടെയെങ്കിലും മുമ്പിൽ ഒരു പുരുഷൻ തലകുനിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ മുമ്പിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം സ്ത്രീ പുരുഷൻ്റെ മറയാണെന്നാണ് പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ മതത്തിലാണെന്നെങ്കിൽ ദൈവ മാതൃസ്ഥാനം നൽകിയിട്ടുള്ളതും സ്ത്രീക്കാണ്. അപ്പം ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വർത്തി, ഓണേഡ്
ആൻഡ് എസ്റ്റീംഡ് എന്നുള്ള ആ ഒരു സിമ്പിൾ അർത്ഥമാണ് ഡിഗ്നിറ്റിക്കുള്ളത്. അത് ആ വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നതിനെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കുന്നതെന്നും ആ വ്യക്തിയെ കാണുമ്പോൾ മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിയായി മാത്രം കാണാനും ആ വ്യക്തിത്വത്തെ മാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാനും സാധിച്ചാൽ നമുക്ക് ഈ രാജ്യത്ത് നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായി വസിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു സംസ്കാരമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അല്ലാതെ വ്യക്തിയെ സ്ത്രീക്ക് മഹത്വം നൽകിയില്ലെങ്കിലും പലപ്പോഴും അവർ പറയാറുണ്ട്, ഞങ്ങളെ ഇരകളായി കണ്ടുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം പുരുഷനിൽ നിന്ന് മാറിയാൽ തന്നെ ഈ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അതുണ്ടാകാനുള്ളൊരു കാരണം നമ്മുടെ പ്രധാനമായിട്ടും അങ്ങനെയുള്ള സംസ്കാരത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന സിനിമകളോ പരസ്യങ്ങളോ എന്ത് തന്നെ എടുത്തു നോക്കിയോ അവിടെയെല്ലാം വിൽക്കപ്പെടുന്നത് സ്ത്രീത്വമാണ്. സ്ത്രീയുടെ അന്തസ്സാണ് വിൽക്കപ്പെടുന്നത്. ആ ഒരു കൾച്ചർ തന്നെ മാറണം. സ്ത്രീയുടെ അന്തസ്സിനെ വിറ്റ് ഒരു സംസ്കാരമോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ വളർത്തുന്ന ആ രീതിയിൽ നിന്നും ആ ഒരു മനോഭാവത്തിൽ നിന്നും മാറ്റാനായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. സ്ത്രീയെ നമുക്ക് അന്തസ്സുള്ളൊരു വ്യക്തിയായിട്ട് മാത്രം കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ അന്തസ്സിനെ കുറച്ച് കാണാനോ ഹനിച്ച് കാണാനോ അല്ലെങ്കിൽ അവഹേളിച്ച് കാണാനോ തുനിയാതെ ആ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല സംസ്കാരം ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു മാന്യനായ മനുഷ്യനും സംസ്കാരമുള്ള മനുഷ്യനും ഉത്തമനായ പൗരനുമായിട്ട് മാറും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.